ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ ആദരപൂർവ്വം ഇരുത്താനുള്ള ഒരു 2 ഗസ്റ്റ് റൂമുണ്ട്. ആ ഗസ്റ്റ് റൂമിലേക്കാണ് വിളിച്ചത്. പടച്ചോ, ആ ഗസ്റ്റ് റൂമിനെയാണ് ഒരു റൂമിൽ കൊണ്ടുപോയി കുറ്റിയിട്ടുകൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത്. ആ ഗസ്റ്റ് റൂമിൽ ഒരു മേശയ്ക്ക് ചുറ്റും കസേരകൾക്ക് ഞങ്ങളെല്ലാം കൂടി ഇരുന്നു. വളരെ നല്ല നിലക്ക് മദനി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. ഒരു ഒത്തുമില്ല, പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഞങ്ങൾക്ക് പരിഗണിച്ച് ഒരു ചർച്ച ചെയ്യണമെങ്കിൽ ഒരാളെ വിളിക്കണ്ടേ, കൊണ്ടുവന്ന ഇജ്ജാണ്, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷാഫി എന്നാലും അതിന്റെ അടിയിൽ ചെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തളാം. എനിക്ക് നിങ്ങളോട് വർത്താനല്ല, നിങ്ങളിവിടെ എന്താണ് ഞങ്ങൾക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ ഇപ്പം തട്ടിക്കേറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാനും ഇവിടെ ഉണ്ട്, ഇവിടെ വരും ചെയ്തില്ലേ, ഇനിയിപ്പോ ഏതായാലും പുതിയ കൊടുത്തത് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, അതിലാണ്ട് ഒപ്പിട്ടാളാം, നിങ്ങളോട് എനിക്ക് വർത്താനമില്ല എന്ന് പറഞ്ഞില്ല. അപ്പം പിന്നെ ചാട് തന്നെ എന്താണെങ്കിലും ഒന്നായി എടുത്തിട്ട് അതിന്റെ അടിയിൽ പേരെഴുതി ഒപ്പിട്ടു. ഏൽപ്പിച്ചത് പി മുഹമ്മദ് ഷാഫി സ്വലാഹി എന്ന് എഴുതി ഒപ്പിട്ടു. അപ്പൊ ടി പി പറഞ്ഞു, ഇനി എന്റെ പേരിന്റെ നേരം കൂടി ഒപ്പിട്ടോളാം. അതെന്തിനാ 2 ഒപ്പ്? അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് വർത്താനല്ല, നിങ്ങൾക്ക് മാന്യതല്ല, നിങ്ങൾ ഞാൻ ഫോൺ ചെയ്തപ്പോ കട്ടാക്കിയ ആളെ, നിങ്ങളോട് എനിക്ക് വർത്താനല്ല. ആ കൂട്ടത്തിൽ ടി പിയേക്കാൾ വലിയൊരാളില്ല, ആ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളും ഞാനാ. മിണ്ടാതെക്കാൻ പറ്റുമോ? ഷാഫി എന്ത് ചിത്രം മോശമായിട്ട് സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം. എന്തിനാ 2 ഒപ്പിടുന്നു? ഇതിന്റെ കണ്ടന്റ്, ഇതിന്റെ ഉള്ളിലുള്ള ഉള്ളടക്കം അംഗീകരിക്കുന്ന ഒരാൾ വേണം. അത് അംഗീകരിക്കുന്നുണ്ട്, ഞാൻ ഒപ്പിട്ടോളാം. അപ്പോൾ ഒപ്പിട്ടു. വലിയ കൊമ്പും തുമ്പും ഉള്ളവനാണെങ്കിലും അവിടൊക്കെ സമ്മതിക്കും. ഞങ്ങളുടെ മുന്നിൽ വന്ന അങ്ങനെ വലിയ കൊമ്പുള്ളവരും തുമ്പിക്കൈയുള്ളവരും ഒക്കെ അങ്ങനെ അതൊക്കെ സമ്മതിച്ച് ഒപ്പിട്ട് എന്നാ അവിടെ കൊണ്ടാണ് ഞാൻ വാങ്ങി. അപ്പോഴും ഇപ്പം തട്ടിക്കയറുക. എന്താ എൻ്റെ 2 ഒപ്പ് വ്യാജാണോ നോക്കാനാ? അതെന്താ നോക്കേണ്ടതെന്ന് എനിക്കറിയും, അത് ഞാൻ നോക്കും. ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടി വരും, എന്നെക്കൊണ്ട് ചെയ്യിക്കും. ഇപ്പം എന്നെക്കൊണ്ട് ഒപ്പ് 2 ഇടിപ്പിച്ചില്ലേ. അപ്പോൾ ആ ജാതി വർത്താനൊക്കെ നിർത്തിക്കള ഷാഫി. ഇവൻ പിന്നെ തട്ടിക്കേറി മോശമായിട്ട് സംസാരിക്കുക. ടി പി ഇന്നലെ ഈ ചോദ്യത്തിന് ടി പി ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ടി പി പറഞ്ഞത് സെലഫി ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, പല്ലിനൊന്നും പറ്റിയിട്ടില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ പല്ലുണ്ടാവൂലായിരുന്നു എന്നാണ്. അത് ടി പി പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും ഷാഫി പെരുമാറിയത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇവന്റെ സംസാരം എത്ര മോശം കണ്ടപ്പോൾ ടി പി അവിടുന്ന് എണീറ്റാണ്ട് ഞാൻ പോകാറുണ്ട്. ടി പി ഇറങ്ങിപ്പോയി. ബാക്കി പിന്നെ ഞങ്ങളാ സംസാരിച്ചത്. അപ്പോ ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഇവൻ എണീറ്റുന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ എണീറ്റുന്നിട്ടുണ്ട്. അനാവശ്യം പറഞ്ഞാല് അങ്ങനെയുണ്ടോ? നമ്മളെല്ലാവർക്കും കുതിര കയറാം. എന്താ എനിക്ക് ഈ സാലിമിനെ പറ്റിയിട്ട് നല്ല 1-ാം നമ്പർ ക്ലിപ്പുണ്ടാക്കേണ്ടി വിട്ടൂടെ? എന്റെ മൂക്കോൻ ചെത്തുവോ? എന്റെ മൂക്കോൻ ചെത്തുമെങ്കിൽ ഓന്റെ മൂക്ക് എനിക്കും ചെത്താൻ കഴിയൂലേ? പക്ഷെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. കഴിയാത്തവനൊന്നുമല്ല ഞാൻ. അത്യാവശ്യം ഇരിക്കും. ഞാനും ആ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. ആ പ്രായത്തിലുള്ള വളവും കുബുദ്ധിയും എനിക്കറിയാം. ഈ പ്രായം വരെയുള്ള പരിചയവും എനിക്കുണ്ട്. ഇതുപോലെ വല്ലാതെ മെക്കിട്ട് എറിയാല് അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനില്. എന്ന് പറഞ്ഞതും ഖുർആനാ. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ചിലപ്പോ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാലേ അതണ്ട് അവസാനിക്കും. ചിലപ്പോ അങ്ങനെ വേണ്ടി വരും. ഞാൻ കുളിക്കുമ്പോ കുപ്പായവും ബനിയനും ഷഡ്ഡിയും തുണിയൊക്കെ അഴിച്ചൊരു മുണ്ടുകൊടുത്തിട്ടാ കുളിമുറിയിൽ ഒരുത്തന് അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ അബ്ദുറഹ്മാൻ സലഫിന്റെ സംസ്കാരം, മൂപ്പര് വെറും മുട്ടിന്റെ മീതെ കാണുന്ന ഒരു തുണി കൊടുത്തിട്ടാ നടക്കുന്നത് എന്ന് പറഞ്ഞ് നെറ്റിലിട്ടാ എങ്ങനെ ഉണ്ടാവും? കുളിക്കുമ്പോ അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി. ഇനി 1ഉം 2ഉം നടന്ന 2നും ഇരിക്കുമ്പോ തുണി പൊക്കിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഒരുത്തൻ ഫോട്ടോ എടുത്തിട്ട് ഈ ജാതി ആളാ സലഫി എന്ന് പറഞ്ഞ മോശമാകല്ലാതെ ഇന്ന തെറി പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ച അതിന്റെ പല്ലിയാണ് അടിച്ചൊഴിക്കുന്നു പറയേണ്ടി വരും. ചിലപ്പോ ഇനി അതിന്റെ അപ്പുറമൊന്നും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകാതെക്കട്ടെ ഈ ജന്മത്തിൽ എന്നാ വിചാരിക്കണത്. ഏതായാലും ഞാൻ ആരും പല്ലിതുവരെ അടിച്ച് കൊഴിച്ചിട്ടില്ല. വർത്താനൊക്കെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് കഴിയും ചെയ്യും. പറയേണ്ടി വരുമ്പോ അത് പറയും. അത്രേ ഉള്ളൂ. ഷാഫിന്റെ പല്ലൊന്നും പോയിട്ടില്ലല്ലോ. ആരെങ്കിലും പരിശോധിച്ചോ? ഈ ഡെന്റൽ ക്ലിനിക്കിലേക്കല്ല അവിടുന്ന് പോയത്. അവിടുന്ന് പുറത്തോണ്ട് പുറത്തിറങ്ങുമ്പോ ഈ ഇരിക്കുന്ന സലീം ചാലിയം പറഞ്ഞു, ഷാഫി പറയാനുള്ളവർക്ക് ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയാൽ മതി കേട്ടോ. അവിടെ പള്ളിക്ക് നിസ്കരിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട് പുറത്ത്. ഗസ്റ്റ് റൂമിന്റെ മുമ്പ് കൂടിയാണ് ഇവിടെയുള്ള ആളുകൾ നിസ്കരിക്കാനാണ് പള്ളിയിൽ കയറുന്നത്. ഇത് പറഞ്ഞതാണ്. പുറത്തിറങ്ങിയിട്ടെങ്ങാനും പറഞ്ഞ കാണിച്ചു തരാൻ അറിഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. മുതലാളിയായ ഗുണ്ടയായ
സലീം ചാരിയ. ആ മനുഷ്യന് തടി ഉണ്ട് എന്നല്ലാതെ മുതൽ പലർക്കും ഉണ്ടല്ലോ, അതുപോലെ മുതലുണ്ട് എന്നല്ലാതെ പിന്നെ മൂപ്പര് ആരെയും ഒന്ന് കുത്തിയെന്നുള്ളേ പോലും ചെയ്ത് എനിക്കറിഞ്ഞൂടാ. അതാണ് കണ്ട ആർക്കും തോന്നും, ഓ കണ്ടാ തോന്നും വലിയ ഗുണ്ടയാണെന്ന് തോന്നും, തടി ഉണ്ട് എന്നുള്ളത് കൊണ്ട്. മുതലുണ്ടായിന് ചിലർക്കൊക്കെ മുതലുള്ളത് കൊണ്ടല്ലേ ജോലി രാജിച്ചിട്ട് ഷാഫിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് അല്ലേ? ആർക്കും മുതലില്ല, എല്ലാവരും ഷാഫിനെ പോലെയാണെങ്കിൽ ഷാഫിക്ക് ജോലി രാജിച്ചിങ്ങനെ നടക്കാൻ കഴിയോ? വേറെ ചില ആളുകൾ ജോലി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നടക്കുവോ? അതൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്പറിട്ട് പറയും. നിങ്ങൾ ഈ ജാതി കത്തും നോട്ടീസും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് പറയാതിരിക്കുന്നത് എന്താ അറിയോ? നിങ്ങളെ പേടിച്ചിട്ടല്ല, ഞങ്ങളെ സംസ്കാരാണ്. എപ്പോഴെങ്കിലും ഒന്ന് തുളുമ്പിയതാണ് ആ പറഞ്ഞതൊക്കെ. ഇതാണ് ഷാഫി സലാഹി എന്ന് പറയുന്ന ആള്. ഇനി അയാൾ എന്നെപ്പറ്റി എഴുതിയ ഈ കൊടുത്തതുണ്ടല്ലോ, അത് മുഴുവൻ എന്നെ പറ്റിയുള്ള കളവും എന്റെ പേരിലുള്ള വിദ്വേഷവും അബ്ദുറഹ്മാൻ സലഫിക്കെതിരിൽ ജമിയത്തിന്റെ ഈ പുസ്തകം അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രബന്ധമാണെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യണം. അതാ ഷാഫി സലാഹി വേറുള്ള ആൾക്കാരെ പേര് വെച്ചെങ്ങാണ്ട് എഴുതി കൊടുത്തതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ളത് അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, എന്നിട്ടതൊരു സർക്കുലറായി മുഴുവൻ യൂണിറ്റുകളിലേക്കും അയക്കണം. കുറ്റം പറയുന്നതും അവൻ, വിചാരണ നടത്തുന്നതും അവൻ, തീരുമാനമെടുക്കുന്നതും അവൻ, നടപ്പാക്കുന്നതും അവൻ. എന്നിട്ട് സർക്കുലറൊന്നും പെട്ടെന്ന് ഓനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെന്നെ ശാഖകളിലൊക്കെ അയച്ചു, നെറ്റുകളിലൊക്കെ അയച്ചു. ഞാൻ അതിൽ ഇന്നെപ്പറ്റി ഇങ്ങനെ എഴുതിയത് കണ്ടപ്പോ എന്റെ ചില സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തു. കൊണ്ടോട്ടിയിലുള്ള ഖാദർ ബായിക്ക് വിളിച്ചു. ഖാദർ ബായി ഇങ്ങനെ ഒന്നുണ്ട്, നിങ്ങളെ പേരും ഒപ്പും എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്നെപ്പറ്റി ഇതിൽ എഴുതിയത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എഴുതിയതാണോ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? സലഫി, ഞാനത് കണ്ടിട്ടുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. നിങ്ങളെപ്പറ്റി വ്യക്തിപരമായി എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല, ഞാൻ ആ എഴുതിയതിന് എതിരുമാണ്. എന്നോട് ഷാഫി പിന്നെ വേറൊരാൾ അബ്ദുൽ മാലിക് മറയൂർ ഇങ്ങനെ ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്ത് കണ്ടത് പിന്നെ ഇങ്ങനെ കൊടുക്കുകയാണപ്പോ മതപരമായൊരു വിഷയം ചർച്ച ചെയ്യാൻ ജമിയത്തിനോട് പറഞ്ഞതിന് ആവശ്യപ്പെടുന്നതിന് വിരോധമില്ല, പക്ഷെ കൊടുക്കണതൊന്ന് കൂടി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ കാണിച്ചിട്ടും ഞാൻ വായിച്ചിട്ടുമില്ല എന്നോട് ഖാദർ ഭായി പറഞ്ഞു. ഞാൻ നബീൽ കണ്ടെത്താനിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ അതിലുള്ള ആ വിഷയം മുമ്പൊരു 18 പേജ് നെറ്റിലുണ്ടായിരുന്നല്ലോ, അതാണ് ഞാൻ കരുതിയത്. അത് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് എനിക്ക് അഭിപ്രായമുള്ളൂ, നിങ്ങളെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയ വാചകം വായിച്ചപ്പോ ഇത് ഞാൻ അറിയില്ല, ഞാൻ നിരപരാധിയാണ്, ഇതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ നിരപരാധിയാണ്. അതിൽ അടിയിൽ എന്റെ പേര് വെക്കാൻ സമ്മതിച്ചത് നിങ്ങളെപ്പറ്റി വ്യക്തിപരമായി എഴുതിയ കാര്യത്തിൽ ഞാൻ എതിരാണ്. ഇത് ഞാൻ എവിടെയും പറയും, വേണമെങ്കിൽ എഴുതിത്തരും ചെയ്യാം. അൻസാരിന്റെ അഭിപ്രായം എന്നെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ അൻസാരിനെ ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ മുബാറക്കിനെ വിളിച്ചു. അങ്ങനെ ഞാൻ പലരെയും വിളിച്ചു. അപ്പോഴാണ് ഇത് ഷാഫിയുടെ കള്ളത്തരം പുറത്തു ചാടുന്നത്. പലരോടും ഇതിലുള്ളത് എന്താന്ന് പോലും പറയാതെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പേരിൽ കള്ളം എഴുതി അത് പലരെയും മറച്ചു വെച്ച് പേര് ഒപ്പുവെക്കാൻ സമ്മതം വാങ്ങി, എന്നിട്ടത് ജമിയത്തിന് കൊടുത്ത് അതിപ്പോ പെരിന്തൽമണ്ണക്കാർക്ക് പണി അത് കോപ്പിയെടുത്തിട്ട് ഇങ്ങനെ വീടാന്തരം കൊടുക്കലാണത്രേ. പിന്നെ MP വിഷം അത് പ്രചരിപ്പിക്കലുമാണ് പെരിന്തൽമണ്ണ കുറച്ചാൾക്ക് പണിന്. വേറെ പലയിടത്തും ഉണ്ട് അത് കൊണ്ടു നടക്കുന്നത്. ഇന്നും ഇവിടെ ചിലർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്, വിഷം പേറി നടക്കുന്ന ആളുകൾ. ശരി, പോട്ടെ. അപ്പൊ ഞാൻ പറയാം, എന്നെപ്പറ്റി ഇത് എഴുതിയ അവനോട് എനിക്ക് മിണ്ടാൻ പാടില്ല, ഞാൻ ഉള്ളോടത്തേക്കും വരൂല. എങ്ങനുണ്ട്? അപ്പൊ മനസ്സിലായില്ല എന്താ കാര്യം? എന്റെ മുമ്പിൽ വരികയും ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുകയും അതേപോലെ തന്നെ എന്റെ പേരിൽ പറഞ്ഞ ആരോപണം തെളിയിപ്പിക്കുകയും ചെയ്യും ഈ സംഘടനയിൽ ഉണ്ടെങ്കിൽ